ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. മാത്സിലെ ഒന്നാമത്തെ യൂണിറ്റ് തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ തിത്തിരി ആൻഡ് ഫ്രണ്ട്സിന്റെ നമ്മൾ 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലുള്ള ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സിന്റെ 3ാമത്തെ വീഡിയോ ആണ്. അതായത് 3ാമത്തെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ് ആണ് തിത്തിരി ആൻഡ് ഫ്രണ്ട്സിന്റെ. അപ്പോൾ ഇവിടെ ടോട്ടൽ മാർക്ക് 27 ആണ്. 1 hours ആണ്, 1 hour ആണ് ടൈം, 1 മണിക്കൂറാണ്. മൊത്തം 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്മുടെ മാത്സ് ആണത്. മാത്സിന്റെ മാത്രമല്ല നമ്മുടെ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അതേപോലെ എല്ലാ യൂണിറ്റ് ടെസ്റ്റും ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ? ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. ആക്ടിവിറ്റി 1, draw an apple on the table and a ball under the table. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ടേബിളിന്റെ ചിത്രമുണ്ട്. എന്ത് ചെയ്യണം? ഡ്രോ ആൻ ആപ്പിൾ ഓൺ ദ ടേബിൾ. ടേബിളിന്റെ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ഇവിടെ അണ്ടർലൈനും അതുപോലെ റെഡ് കളറിലും എഴുതിയിരിക്കുന്നത്. ഡ്രോ ആൻ ആപ്പിൾ ഓൺ ദ ടേബിൾ ആൻഡ് എ ബോൾ അണ്ടർ ദ ടേബിൾ. 5 മാർക്കാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ്റെ. ഈ ചോദ്യത്തിനും 5 മാർക്കാണ്. അടുത്ത ആക്ടിവിറ്റി 2, circle the inside cheek and color the outside cheek. Okay, circle the inside cheek. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? ഒരു 2 ചിക്ക് ഉണ്ട് ഇവിടെ. ചിക്ക് എന്ന് വെച്ചാൽ കോഴിക്കുട്ടിനെയാണ് നമ്മൾ ചിക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ circle the inside cheek and color the outside cheek. ഓക്കെ, സർക്കിൾ പറഞ്ഞാൽ വട്ടം വരയ്ക്കുക, കളർ ഒന്നിന് കളറും ഒന്നിന് സർക്കിളാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇതിനും 5 മാർക്കാണ് കേട്ടോ. 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 2. ഓക്കെ, അപ്പൊ കൂടുതലും നമുക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും? കളറൊക്കെ ചെയ്യാനുള്ള, നമുക്ക് എക്സാമിന് കളറൊക്കെ ചെയ്യാൻ വരും. അപ്പൊ ഇത് കളർ ചെയ്യാനും അതുപോലെ സർക്കിൾ ചെയ്യാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ 3ാമത്തെ ആക്ടിവിറ്റി fill in the blanks. ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ 2 ബോൾ ഉണ്ട് അല്ലേ? ബോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ബോൾ, ഈ ഒരു ബോൾ എങ്ങനത്തെ ബോളാ? ബിഗ് ബോൾ. എങ്ങനത്തെ ബോളാണ്? ബിഗ് ബോൾ. നമ്മൾ ബിഗും അതുപോലെ എന്താണ് ബിഗിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ചെറുത്. ബിഗ് എന്ന് വെച്ചാൽ വലുത് അല്ലെ? വലുത് ചെറുത്. ചെറുതിന് എന്താ ഇംഗ്ലീഷിൽ പറയാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. അപ്പൊ ഇത് ബിഗ് ബോൾ ആണെങ്കിൽ ഇത് എങ്ങനത്തെ ബോൾ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായോ? അപ്പൊ ബിഗ് ബോളും അതെ, ഇതിന്റെ ഉത്തരമാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഇത് ബിഗ് ബോൾ ആണോ? അല്ല അല്ലെ? ഇതാണ് ബിഗ് ബോൾ. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബിഗ് ബോൾ. അപ്പൊ ഇത് എങ്ങനത്തെ ബോളാന്ന് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. അതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ഫിൽ ചെയ്യുക. അതാണ് നമ്മുടെ 3ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അത് നമുക്ക് 2 മാർക്സ് ആണ്. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മള് തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് നമ്മൾ 1 തൊട്ട് 5 വരെയൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ കൂട്ടുകാർക്കും 1 തൊട്ട് 10 വരെയൊക്കെ എഴുതാൻ അറിയാലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. എഴുതാനൊരു ബോക്സ്, ഒരു കോളം കൊടുത്തിട്ടുണ്ടാവും. അവിടെ എന്ത് ചെയ്യുക? എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് അതാണ് എഴുതേണ്ടത്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. കൗണ്ട് ചെയ്യുക വെച്ചാൽ എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ് അല്ലെ? എത്ര ബട്ടർഫ്ലൈ ഉണ്ടെന്ന് എണ്ണി നോക്കുക, ഇവിടെ എഴുതുക. ഇവിടെ ആപ്പിൾ ഉണ്ട്, ആപ്പിൾസ് ഉണ്ട്. അപ്പൊ എത്ര ആപ്പിൾസ് ആണ്? അതിവിടെ ഒരു ഫ്ലവർ ഉണ്ട്, അതുപോലെ ബേർഡ്സ് ഉണ്ട്, പിന്നെയോ ബലൂൺസ് ഉണ്ട്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക, അതിന് നേർക്കുള്ള കോളത്തിൽ എഴുതുക. ഇതാണ് ആക്ടിവിറ്റി 4. നമ്മൾ കൗണ്ട് ചെയ്യാനും എത്ര എണ്ണം കൗണ്ട് ചെയ്ത് എണ്ണി നോക്കുക, അതുപോലെ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതുന്നതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനും 5 മാർക്കാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ കൗണ്ട് ചെയ്ത് നോക്കുക, എണ്ണി നോക്കിയിട്ട് ഉത്തരം എഴുതുക. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്താ? നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി എന്താണ്? അതെ, റൈറ്റ് നമ്പർ നെയിംസ്. എന്താ നമ്പർ നെയിംസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ 5 വരെ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സിൽ നമ്മൾ 5 വരെയുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതുപോലെ 5 വരെയുള്ള നമ്പേഴ്സും അതുപോലെ ആ നമ്പറിന്റെ പേരും നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് സ്പെല്ലിങ്, ഇംഗ്ലീഷിലാവുമ്പോൾ അതിന്റെ സ്പെല്ലിങ് കൂടെ നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വായിക്കാൻ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. 1 2 3 4 5 ഇങ്ങനെയാണ് വായിക്കുക. അപ്പൊ വായിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ സ്പെല്ലിങ് കൂടെ നമ്മൾ ആ പാഠത്തിൽ, നമ്മൾ ആ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്? നമ്പർ നെയിം എന്ന് പറയുന്നത്. ആ നമ്പറിന്റെ പേര്. അപ്പൊ ഇവിടെ ഓരോന്നിന് നേർക്കും നമ്മൾ എന്തുണ്ട്? ഒരു ബ്ലാങ്ക്സ് ഉണ്ടല്ലോ, ഒരു ലൈൻ ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക? ആ നമ്പറിന്റെ പേരുകളാണ് എഴുതേണ്ടത്. ആ നമ്പറിന്റെ നെയിം എഴുതുക, സ്പെല്ലിംഗ് ആണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ നമ്പേഴ്സ് പഠിച്ചാൽ മാത്രം പോരാ, നമ്പറിന്റെ ഓരോന്നിന്റെ പേരിന്റെ സ്പെല്ലിംഗ് കൂടെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലെ? 1 തൊട്ട് 5 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ
നമ്മുടെ യൂണിറ്റിൽ ഫസ്റ്റത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആർക്കെങ്കിലും സ്പെല്ലിംഗ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന്റെ നമ്പർ നെയിം എഴുതുന്നതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ 5 ആക്ടിവിറ്റീസ് ആണ്, ഇതിന് 10 മാർക്സ് ആണ് കേട്ടോ. അപ്പൊ 5 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിലുള്ളത്. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് തെറ്റിയാലും നമ്മൾ ചെയ്ത് നോക്കുക. വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ശരിയാക്കി ചെയ്ത് നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, 5 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ മാത്സിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ എല്ലാത്തിനും ഉത്തരവും ചെയ്ത് നോക്കുക. മാത്സിന്റെ മാത്രമല്ല നമ്മൾ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ യൂണിറ്റ് ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പാഠത്തിൽ എന്തെങ്കിലും യൂണിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റീഡിംഗ് വീഡിയോ ഒക്കെ ഉണ്ട്, അതിന്റെ ക്ലാസ്സുകളിലൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, കണ്ട ശേഷം യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്